ഹായ് പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തെക്കുറിച്ച് പാമ്പ്ളാനി പിതാവ് പറഞ്ഞ ചില കാര്യങ്ങൾ വിവാദമായിരിക്കുകയാണല്ലോ. വിശ്വാസികളുടെ കുമ്പസാരം തടയുന്നതിന് വേണ്ടിയുള്ള സാത്താൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പിതാവ് പറഞ്ഞത് ഒത്തിരിയേറെ വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. പിതാവ് പറഞ്ഞ ഈ കാര്യം 100% ഞാൻ അംഗീകരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ 100% പിതാവിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പിതാവിനെതിരെയും കത്തോലിക്ക സഭയിലെ സകല മെത്രാന്മാർക്കുമെതിരെ കുമ്പസാര വിഷയത്തിൽ എനിക്ക് പറയാനുണ്ട്. അത് മെത്രാന്മാരെ ധിക്കരിക്കലുമായിട്ടല്ല കണക്ക് കൂട്ടേണ്ടത്, വിശ്വാസികളുടെ കുഞ്ഞാടുകളുടെ വിലാപമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സഭയുടെ പിതാക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, സീറോ മലബാർ സഭയിലും ലത്തീൻ സഭയിലും കുമ്പസാരം മുടക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മെത്രാന്മാരും പുരോഹിതരുമാണെന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ തെളിവുകൾ നിരത്താറുണ്ട്. കുമ്പസാരം തന്നെ നിരർത്ഥകമാണ്, അതൊന്നും ബൈബിളിലില്ല എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗം. സോഷ്യൽ മീഡിയയിൽ ആ പ്രസംഗം വന്നതോടുകൂടി നിരവധി സഭാവിഭാഗങ്ങളും ദൈവനിഷേധികളും ഉൾപ്പെടെ ഒത്തിരി പേര് പരിഹസിച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വിശ്വാസികൾക്ക് കുമ്പസാരിക്കാൻ സാധാരണയായി ഏറ്റവും അധികം അവസരമുള്ളത്, അവർക്ക് ആഗ്രഹമുള്ളത് ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു പള്ളിയിലും കുമ്പസാരമില്ല. കാരണം എന്താ? അച്ഛന്മാർക്ക് ഒത്തിരിയേറെ ഓവർലോഡുള്ള ദിവസമാണത്. അന്ന് 3-4 കുർബാനയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ പലപ്പോഴും അച്ഛന്മാരുടെ തിരക്ക് പറഞ്ഞ് ഒഴിവാക്കാറുണ്ടെങ്കിലും വിശ്വാസികൾക്കും അന്നേ പറ്റുകയുള്ളൂ എന്ന സ്ഥിതി മനസ്സിലാക്കി അന്ന് തന്നെ കുമ്പസാരിപ്പിക്കാൻ മെത്രാന്മാർ അച്ഛന്മാരും വിചാരിച്ചാൽ നടക്കും. ചൈൽഡ് ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ, ശിശു സൗഹൃദ ഹോസ്പിറ്റൽ ഒക്കെ ഉള്ളതുപോലെ ഇതൊരു ക്ലർജി ഫ്രണ്ട്ലി മാത്രമാണ്, ബിലീവേഴ്സ് ഫ്രണ്ട്ലി അല്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളി വരുന്നവരുടെ 4-1 പോലും ഇടദിവസങ്ങളിൽ പള്ളി വരുന്നില്ല. കാരണം വിശ്വാസികളുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇടദിവസങ്ങളിൽ വരുന്നവർക്ക് മാത്രമേ കുമ്പസാരിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ 4 ഇരട്ടി ജനങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല എന്നൊരു സ്ഥിതി സംജാതമായിട്ടുണ്ട്. ഈ ആഴ്ച പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച എന്ന് വെക്കാൻ പറ്റുമോ? ഒരു ഞായറാഴ്ചയും കുമ്പസാരിപ്പിക്കില്ല എന്നത് തീരുമാനിച്ച കാര്യമാണ്. അതൊരു അലംഭാവത്തോടെ ചില അച്ഛന്മാർ വീഴ്ച വരുത്തുന്നതല്ല. ഒരു ഞായറാഴ്ചയും കുമ്പസാരിപ്പിക്കാൻ പറ്റില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പലരും അച്ഛന്മാരും പള്ളിയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സമീപിക്കുന്നവർ ഒറ്റയ്ക്കും പറയാറുണ്ട് ഞായറാഴ്ചകളിൽ പറ്റില്ല എന്ന് പറയാറുണ്ട്. പല അച്ഛന്മാരുടെയും ഒത്തിരിയേറെ തിരക്കുള്ള സമയത്തെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിന് വേണമെന്ന് വെച്ചാൽ, വിശ്വാസികൾക്ക് അടിക്കടി കുമ്പസാരം നടക്കണമെന്ന് വിചാരിച്ചാൽ നടത്താൻ നിസ്സാരമായ ഒരു തീരുമാനമെടുത്താൽ മാത്രം മതി. ഇവിടങ്ങളിൽ നിരവധിയായ സന്യാസ പുരോഹിതരുണ്ട്. ഒരു ഇടവക പള്ളിക്ക് ചുറ്റും ഒരച്ഛനെ കിട്ടാനല്ല 9 അച്ഛന്മാരെ കിട്ടണമെങ്കിലും അതിനുള്ള സന്യാസ സമൂഹങ്ങളിൽ അച്ഛന്മാരുണ്ട്. അവരെ അടുപ്പിക്കുകയില്ല എന്ന സ്ഥിതിയാണുള്ളത്. പല പള്ളികളിലും അച്ഛൻ 2-3 കുർബാന ചൊല്ലിയും എടുത്താൽ പോലും സമീപത്തുള്ള സന്യാസ പുരോഹിതനെ വിളിക്കാറില്ല എന്നൊരു സ്ഥിതിയുണ്ട്. സന്യാസ പുരോഹിതരെ വിളിച്ച് ഞായറാഴ്ച കുമ്പസാരിപ്പിക്കാൻ ഇരുത്താമെന്നൊരു തീരുമാനമെടുത്താൽ അതുകൊണ്ട് സഭയ്ക്ക് ഒരു നഷ്ടം വരാനില്ല, ആർക്കും ഒരു പ്രശ്നം വരാനില്ല. നിരവധി പേരുടെ കുമ്പസാര പ്രശ്നം പരിഹരിക്കപ്പെടും. കുമ്പസാരം നടക്കാത്ത സ്ഥിതിയിലും കുർബാന സ്വീകരണത്തിന് ഒരു കുറവും വരുന്നില്ല എന്നത് വളരെ ആശങ്കാജനകമായ കാര്യമാണെന്ന് മനസ്സിലാക്കണ്ടേ. ഞാൻ ഇക്കാര്യത്തിൽ പതിറ്റാണ്ടുകളായി പോരാടുന്ന ആളാണ്. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് ഈ വിഷയം പറയുന്നതിൽ. ഇപ്പോൾ ഈ വിഷയം ചർച്ചയായതുകൊണ്ട് ഞാൻ പറയുകയാണ്. കൂദാശകൾക്ക് വേണ്ടിയുള്ള തിരുസംഘത്തിൻ്റെ പ്രിഫെക്റ്റായ കർദിനാൾ 2000 ആണ്ടിൽ പറഞ്ഞിരുന്നു, കുമ്പസാരക്കൂടിന് മുൻപിലെ ക്യൂവിൻ്റെ നീളം കുറയുകയും കുർബാന സ്വീകരണത്തിനുള്ള ക്യൂ നീളം കൂടുകയും ചെയ്യുന്നത് വളരെ ആശങ്കാജനകമാണെന്ന് പറഞ്ഞിരുന്നു. സത്യദീപത്തിലും ശാലോമിലുമൊക്കെ വെണ്ടയ്ക്ക വലുപ്പത്തിൽ അതൊക്കെ അച്ചടിച്ച് വന്നതാണ്. ഇതിൻ്റെയൊക്കെ പത്രക്കെട്ടിങ്ങളുമായി നിരവധി മെത്രാന്മാരെയും നിരവധി അച്ഛന്മാരെയും ഞാൻ കാണാൻ പോയി. ഞായറാഴ്ച കുമ്പസാരിപ്പിച്ചാലേ ഇതിന് പരിഹാരമുള്ളൂ, ഞായറാഴ്ച കുമ്പസാരിപ്പിക്കാനുള്ള പലവിധ പരിഹാരങ്ങൾ ഞാൻ അവതരിപ്പിച്ചതാണ്. ഇങ്ങനെ സമീപത്തുള്ള സന്യാസ പുരോഹിതരെ കുമ്പസാരിപ്പിക്കാൻ വിളിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആകെ നഷ്ടപ്പെടാനുള്ളത് വികാരി അച്ഛന്മാരുടെ ഈഗോ മാത്രമാണ്. ഇതൊന്നും അല്ലെങ്കിൽ എന്ത് പ്രായോഗിക തടസ്സമാണുള്ളത്? അച്ഛന്മാരുടെ സമ്മർദ്ദത്തിന് മെത്രാന്മാർ വഴങ്ങുകയാണ്. മലങ്കര സഭയിൽ പലപ്പോഴും ഞായറാഴ്ച കുമ്പസാരം നടക്കാറുണ്ട്. അവിടെ പ്രഭാത പ്രാർത്ഥന തുടങ്ങിയാൽ അത് തീരുന്നത് വരെയുള്ള സമയം 5-10 പേർക്ക് കുമ്പസാരിക്കാൻ അവസരമുണ്ട്. വലിയ പള്ളികളിൽ കൂടുതൽ ആൾക്കാർ വരാറുള്ളതുകൊണ്ട് അവർക്ക് അവസരം ലഭിക്കാറുമില്ല. എന്നാൽ സീറോ മലബാർ സഭയിലും ലത്തീൻ സഭയിലുമാണ് ഒരു തരത്തിൽ ഞായറാഴ്ച കുമ്പസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയുള്ളത്. അയോഗ്യതയുടെ വിശ്വാസികൾ കുർബാന സ്വീകരിച്ചു പോകുന്നു. അതിനുള്ളൊരു സമ്മർദ്ദത്തിൽ അവർ അകപ്പെടുകയാണ്. അത് കുമ്പസാരം ലഭിക്കാത്തത് കൊണ്ടാണ് എന്ന കാര്യം മനസ്സിലാക്കി ആശങ്കയോടെ ചിന്തിക്കാൻ ഒരു പുരോഹിതനോ ഒരു മെത്രാനോ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ സാത്താനാണ് കുമ്പസാരം തടയുന്നത് എന്ന് പിതാവ് പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വ്യക്തിപരമായി പലരുടെയും കുമ്പസാരം മുടക്കാൻ പല സാഹചര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള സഭാവിരുദ്ധ ചിന്തകളും കുമ്പസാര വിരുദ്ധ ചിന്തകളും ഒക്കെ കുത്തിവെച്ചുകൊണ്ട് സാത്താൻ ശ്രമിക്കുന്നുണ്ടാകാം. അത് ശരിയായിരിക്കാം. പക്ഷേ പൊതുവായി പറഞ്ഞാൽ അച്ഛന്മാരിലൂടെ മാത്രമാണ് കുമ്പസാരം തടയുന്നത്. മൊത്തത്തിൽ ആഗമന സഭയിലെ കുമ്പസാരം മുടക്കികൾ അച്ഛന്മാർ തന്നെയാണ്, മെത്രാന്മാർ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. കുമ്പസാരം മുടക്കുന്നതിന് പിന്നിൽ ചെകുത്താനുണ്ടെന്ന് പിതാവ് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, പിതാവ് ഘോരഘോരം പ്രസംഗിച്ചത് ഞാൻ കണ്ടു, വളരെ തീക്ഷ്ണതയോടെ പ്രസംഗിച്ചത് ഞാൻ കണ്ടു, അത് ആത്മാർത്ഥതയുടെ ആണെങ്കിൽ ഉടൻ തന്നെ പിതാവിൻ്റെ നിയന്ത്രണത്തിലുള്ള 2 രൂപതകളിലെങ്കിലും ഞായറാഴ്ച കുമ്പസാരത്തിന് സന്യാസ പുരോഹിതരെ വിളിക്കാൻ നടപടി ഉണ്ടാവണം. അതാണ് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മുടെ കത്തോലിക്ക പുരോഹിതർ ഏറ്റവും അധികം വെറുക്കുന്ന കൂദാശ കുമ്പസാരം തന്നെയല്ലേ?
മാമോദീസ, സ്ഥരിലേപനം, കുർബാന, രോഗിലേപനം, വിവാഹം, തിരുപ്പട്ടം ഇവയെല്ലാം എപ്പോഴാവശ്യപ്പെട്ടാലും റെഡിയാണ്. കുമ്പസാരത്തിൽ മാത്രമാണ് അലംഭാവം. ഈ പറഞ്ഞ കൂദാശകളെല്ലാം സാധുവാകാൻ തിരുവസ്ത്രം ഉറാറ എങ്കിലും ധരിച്ചുകൊണ്ടാണ് അത് പരികർമ്മം ചെയ്യുന്നത്. എന്നാൽ കുമ്പസാരമോ പലപ്പോഴും പലരും ഉറാറ ധരിക്കാറില്ല. ലുങ്കിയും ബനിയനും ഉടുത്ത് എന്നെ പലവട്ടം കുമ്പസാരിപ്പിച്ച അച്ഛന്മാരുണ്ട്. ചിലരോ ലുങ്കിയുടെയും ബനിയന്റെയും പുറമെ തിളങ്ങുന്ന ഉറാറ ധരിച്ച് ഒരു വൈകൃതമായി ഇരിക്കുകയും ചെയ്യും. ഉറാറ ഇല്ലാത്ത കുമ്പസാരക്കൂട്ടിൽ ഞാൻ കാശ് കൊടുത്ത് ഉറാറ വാങ്ങിയിട്ടിട്ട് കുമ്പസാരിച്ചിട്ടുണ്ട്. എന്നാലും അതൊന്ന് ധരിപ്പിക്കാൻ എത്ര കഷ്ടപ്പെട്ടു. അച്ഛന്മാർ ഏറ്റവും അലംഭാവത്തോടെ കൈകാര്യം ചെയ്യുന്ന കൂദാശയും ഏറ്റവും അധികം വെറുക്കുന്ന കൂദാശയും കുമ്പസാരമാണ്. ഞാൻ പല വീഡിയോയിൽ സഭയെ വിമർശിക്കുന്നു, കുറ്റം പറയുന്നു എന്ന് ചില ആരോപിക്കുന്നുണ്ട്. സഭയുടെ കൂദാശകൾക്കെതിരെയോ സഭയുടെ വിശ്വാസത്വങ്ങൾക്കെതിരെയോ യാതൊരു തരത്തിലും പ്രൊട്ടസ്റ്റന്റ്, പെന്തക്കോസ്ത് സംഘത്തോട് ചേർന്ന് ഒന്നും ഞാൻ ആക്ഷേപിക്കാറില്ല. നന്മയ്ക്ക് വേണ്ടി, ആത്മീയ ഗുണത്തിന് വേണ്ടിയുള്ള ക്രിയാത്മക വിമർശനം മാത്രമേ നടത്തുന്നുള്ളൂ. അതുകൊണ്ട് സഭാവിരുദ്ധനെ എന്നെ കാണരുത്. സഭയുടെ വക്താവിനെ പോലെയാണ് പലപ്പോഴും സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. എൻ്റെ കേൾവിക്കാർ, നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഈ പോയിന്റ് വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛന്മാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു കാര്യം പറയുകയാണ്, പിതാവിൻ്റെ ഈ പ്രസംഗത്തെക്കുറിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വന്ന് വീഡിയോയുടെ താഴെ ആയിരക്കണക്കിന് കമൻറ്റുകളാണ് കുമ്പസാരത്തെ വിമർശിച്ചുകൊണ്ട്, കുമ്പസാരം ദൈവികമല്ല, കുമ്പസാരത്തെ അനുകൂലിക്കുന്ന യാതൊരു ബൈബിൾ വചനങ്ങളുമില്ല എന്നൊക്കെ ഒത്തിരി വിമർശനം ഉണ്ടായിട്ടുണ്ട്. അച്ഛന്മാരൊക്കെ സ്ത്രീകളെ കുമ്പസാരിപ്പിച്ച് ഒരു പ്രത്യേക രസം അനുഭവിക്കുകയാണെന്നാണ് ചിലർ വിമർശിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്ത്രീകൾ ഏറ്റവും അധികം വരുന്ന ഞായറാഴ്ച കുമ്പസാരിപ്പിക്കുന്നില്ല എന്നതാണ് ഇവിടെ പ്രധാന പ്രശ്നം. അതുകൊണ്ടെങ്കിലും യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക, കുമ്പസാരം അച്ഛന്മാർക്ക് വലിയൊരു ഭാരമാണ്. ഇതൊരു ദൈവിക ശുശ്രൂഷ ആയതുകൊണ്ട് തന്നെ പിശാചുക്കൾ, പൈശാചികരായ വ്യക്തികളിലൂടെ ഇതിനെതിരെ ഒത്തിരിയേറെ ഇങ്ങനെ ഇടും എന്നതും ഉറപ്പാണ്. ദൈവവചനം പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ എതിർക്കും. കാരണം ദൈവപുത്രനെ തന്നെ പിശാച് മരുഭൂമിയിൽ വെച്ച് ദൈവവചനം പറഞ്ഞു തന്നെയാണ് എതിരിട്ടത്. എന്നാൽ ഇത് അപ്പസ്തോലിക പാരമ്പര്യമായിരുന്നെന്നോ അപ്പസ്തോല പിൻഗാമികളൊക്കെ പിന്തുടർന്ന് ഇത്രയും നൂറ്റാണ്ട് വരെ നിലനിന്നതാണെന്നോ, അങ്ങനെ നിലനിന്നുവെങ്കിൽ ഇതിലൊരു ദൈവിക വശമില്ല എന്ന് ചിന്തിക്കാനുള്ള വിവരം അവർക്കില്ല. അവർക്ക് ഇത് കേട്ടാലും മനസ്സിലാവില്ല. അവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ കുമ്പസാരത്തിൻ്റെ സാധുതയെക്കുറിച്ചുള്ള ചില പോയിന്റ്സാണ്. ബൈബിൾ അനുസരിച്ചും സഭാപരമായുള്ള ചില കാര്യങ്ങളാണ്. പെന്തക്കോസ്ത് വിശ്വാസികളോ അതുപോലെ കത്തോലിക്ക സഭാവിരുദ്ധരായവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്കിപ്പ് ചെയ്തോ. നിങ്ങൾക്കിത് മനസ്സിലാവാത്ത കാര്യമാണ്, നിങ്ങളുടെ തലയിൽ ഇത് കയറില്ല, സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. യാക്കോബിൻ്റെ ലേഖനം 5:16 പറയുന്നുണ്ട്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ദൈവത്തോട് ഏറ്റുപറയാനല്ല, ദൈവത്തോട് തന്നെയുള്ള ഒരു ഏറ്റുപറച്ചിലായി പരിഗണിക്കപ്പെടുന്ന രീതിയിൽ പരസ്പരം ഏറ്റുപറയണമെന്ന്. അപ്പോൾ പരസ്പരം ഏറ്റുപറയുക എന്നത് കള്ളഷാപ്പിലിരുന്ന് കള്ളുടിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കുടിച്ചു എന്ന് പറയുകയാണോ? അപ്പോൾ പരസ്പരം ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ സൗഖ്യം പ്രാപിക്കാനായി എന്നുകൂടി പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും രോഗികളാണെങ്കിൽ നിങ്ങൾ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കാനാണ് മുകളിൽ പറയുന്നത്. അപ്പോൾ സഭയിലെ ശ്രേഷ്ഠന്മാരെ അഥവാ മൂപ്പന്മാരെ വിളിക്കണം, അവൻ തൈലാഭിഷേകം കൊണ്ട് സൗഖ്യപ്പെടുത്തും എന്ന് പറഞ്ഞതിൻ്റെ താഴെ തുടർച്ചയായി എഴുതിയതാണ്. അപ്പോൾ ഏറ്റുപറയുന്നത് മനുഷ്യൻ മനുഷ്യനോട് എന്ന രീതിയിൽ പരസ്പരം ഏറ്റുപറയേണ്ടത് ഈ ശ്രേഷ്ഠനോട് ഏറ്റുപറയേണ്ടതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭൂമിയിലെ മനുഷ്യർ ഈ ശ്രേഷ്ഠന്മാരോട് ഏറ്റുപറയുന്നത് മനുഷ്യൻ മനുഷ്യനോട് ഏറ്റുപറയുന്നതായിട്ട് തന്നെയാണ് വരുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് പാപി ആയ മനുഷ്യൻ ശ്രേഷ്ഠൻ ആയ മനുഷ്യനോട് ഏറ്റുപറയണമെന്നാണ്. ഈ ശ്രേഷ്ഠൻ പാപിയാണോ അല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. കാരണം മദ്യപിച്ച് ബഹളമുണ്ടാക്കിയവനെ ഒരു കോടതിയിലെ ജഡ്ജി ശിക്ഷിച്ചേക്കാം. ഈ ജഡ്ജി വിധിക്കുന്നത് മദ്യപിച്ചിട്ടാണെങ്കിലും ജഡ്ജിക്ക് അതിനുള്ള അധികാരമുണ്ടെങ്കിൽ മദ്യപിച്ച ജഡ്ജി അത് വിധിച്ചാലും മദ്യപിച്ച് ബഹളമുണ്ടാക്കിയവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ ജഡ്ജി മദ്യപിച്ചോ എന്നുള്ളതൊന്നും ആ വിധിയെ ദുർബലമാക്കുന്നില്ല. അതുമില്ല. എല്ലാം തികഞ്ഞ മനുഷ്യൻ ആരാണ് ഈ ലോകത്തിലുള്ളത്? ക്രിസ്തുവിൻ്റെ കാലത്തും എല്ലാം തികഞ്ഞവർ ആരുമില്ല. അപ്പസ്തോലന്മാരിലും പല കുറവുകളും ഉണ്ടായിരുന്നിരിക്കില്ലേ? അപ്പോൾ ശ്രേഷ്ഠന്മാരെ വിളിച്ച് തൈലാഭിഷേകം ചെയ്ത് സൗഖ്യം പ്രാപിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നതിന് തുടർച്ചയാണ് സൗഖ്യം പ്രാപിക്കാൻ ചെയ്യേണ്ട അടുത്ത കാര്യമായി പറയുന്നത്. അത് നിരവധി പേരുടെ അനുഭവ സാക്ഷ്യമുള്ളതാണല്ലോ. പോട്ടെ, ധ്യാനം കൂടി എത്ര പേരാണ് കുമ്പസാരിച്ചപ്പോൾ തന്നെ അത്ഭുതമുണ്ടായത്? നിരവധി പേരുടെ അത്ഭുതങ്ങൾ, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് കുമ്പസാരവുമായി ബന്ധപ്പെടുത്തി തന്നെ. സ്റ്റേജിൽ സൗഖ്യമുണ്ടായെന്ന് പറയുന്നുള്ളൂ. കുമ്പസാരവുമായി ബന്ധപ്പെട്ട കാര്യം അധികം പരാമർശിച്ച വിഷയമല്ല. അവിടെ വിശദീകരിച്ച് പറയുന്നിടത്താണ് കുമ്പസാരിച്ച് വന്ന ഉടനെയാണ് എനിക്ക് സൗഖ്യം ഉണ്ടായതെന്ന്. ഇങ്ങനെ മനസ്സിന് ആശ്വാസം കിട്ടിയതും ശരീരത്തിന് ആശ്വാസം കിട്ടിയതും തളർവാദ രോഗികളും ഒക്കെ ഏറ്റു നടന്നു ഉൾപ്പെടെയുള്ള അത്ഭുത സൗഖ്യങ്ങളൊക്കെ കുമ്പസാരത്തെ തുടർന്ന് ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ബൈബിൾ അടിസ്ഥാനമാണ്. ഇനി ഇതൊക്കെ വിമർശിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് മനോഭാവമുള്ളവർ പറയണം, പരസ്പരം ഏറ്റുപറയണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ സഭകളിൽ മഴക്കാലത്ത് കൂണുണ്ടാകുന്ന പോലെ പൊട്ടിമുളയ്ക്കുന്ന 1900 സഭകളിൽപ്പെട്ട നിങ്ങളിൽ എവിടെയാണ് പരസ്പരം ഏറ്റുപറയുന്നത്? നിങ്ങൾ പാസ്റ്ററോടോ ജനങ്ങൾ തമ്മിലോ എവിടെയെങ്കിലും ഏറ്റുപറച്ചിൽ ഉണ്ടോ? ഇനി അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:18 നമുക്കിങ്ങനെ വായിക്കാം. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു,
ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി. തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന് മുമ്പിലാണ് കുറ്റം സമ്മതിച്ചതെന്ന് ചില വിവരദോഷികൾ വാദിക്കാറുണ്ട്. അവിടെ തുടർന്നുള്ള വരികൾ കാണണം. അവർ ഗ്രന്ഥച്ചുരുളുകൾ കത്തിച്ചത് ആരുടെ കാണുകയാണ്? എല്ലാവരും കാണുക എന്നാണ്. അപ്പം എല്ലാവരും കാണുക വന്ന് ആ ചുരുളുകൾ കത്തിച്ച് കളയുകയും ആ ദുർനടപടി ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിക്കുകയും ചെയ്തത് എല്ലാവരും കാണുകയാണ്, സ്വകാര്യ മുറിയിൽ ദൈവത്തോട് പറഞ്ഞതല്ല. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരോടും ഒരുപക്ഷെ ഏറ്റു പറഞ്ഞിരിക്കാം. അതിനേക്കാൾ ഒരു മനസ്സിലാക്കേണ്ടത് എല്ലാവരോടുമായിട്ടാവണമെന്നില്ല. അവിടെ സുവിശേഷം പ്രസംഗിച്ച വ്യക്തിയോട് ഏറ്റു പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യകാലം മുതലേ പരസ്യക്കുമ്പസാരം സഭയിലുണ്ടായിരുന്നു. പക്ഷേ പരസ്യക്കുമ്പസാരം തുടർന്നപ്പോഴാണ് ഈ പരസ്യക്കുമ്പസാരം തുടർന്നാൽ ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, പലരും സംഘം ചേർന്ന് മോഷ്ടിക്കാൻ പോയാൽ ഒരാൾ ഏറ്റു പറഞ്ഞാലും അത് മറ്റുള്ളവരെയും ബാധിക്കും, അവൻ്റെ കൂട്ടുകാരെയും ബാധിക്കും. അതുപോലെ മറ്റു ചില പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ പങ്കാളി ആയവരെക്കുറിച്ചുള്ള സൂചനകൾ പലപ്പോഴും പറഞ്ഞില്ലെങ്കിലും അവിടെ പലർക്കും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നിരവധി പ്രോബ്ലംസ് സഭയിലുണ്ടാവുകയും പല കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സഭയെ പ്രതിനിധീകരിച്ച് എല്ലാവരോടും പ്രതിനിധീകരിച്ച് ഒരാൾ കേൾക്കുക. അതിനൊരാളെ തിരഞ്ഞെടുത്തു. അതാ പൗരോഹിത്യം. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അത് ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞത് നാട്ടുകാരോട് എല്ലാവരോടുമല്ല, അപ്പസ്തോലരോടാണ്. ഏത് ദൈവവചനം കേൾക്കുമ്പോഴും ആരോട് പറഞ്ഞൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. പൊതുജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ വേറെ, അപ്പസ്തോലരോട് പറഞ്ഞ കാര്യങ്ങൾ വേറെ. ഒരു വീട്ടിലെ അപ്പൻ അമ്മയോട് പറയുന്ന കാര്യങ്ങൾ വേറെ, മക്കളോട് പറയുന്ന കാര്യങ്ങൾ വേറെ. അമ്മയോട് പറയുന്നത് മക്കളെ ഏറ്റെടുത്തിട്ട് എന്നോടാ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാലോ? അപ്പോൾ ഈ തരത്തിൽ പൊതുവായി പരസ്യക്കുമ്പസാരം വഴിയുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒത്തിരിയേറെ സഭയിൽ അലട്ടിയപ്പോഴാണ് സഭയ്ക്ക് വേണ്ടി ഒരാൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായി, സഭയുടെ പ്രതിനിധിയായി മനുഷ്യരുടെ പാപങ്ങൾ കേൾക്കുക, അത് മോചിക്കുക എന്നുള്ളത്. അത് ലോജിക്കലായിട്ടും ബൈബിൾ പരമായിട്ടുമൊക്കെ ശരി തന്നെയാണ്. ബൈബിൾ വിരുദ്ധമായി ഒന്നും അതിലില്ല. അത് ബൈബിൾ വിരുദ്ധമാണ് എന്ന് പറയുന്നവർ നിങ്ങൾ പരസ്യമായി ഇപ്പോൾ കുമ്പസാരിക്കാറുണ്ടോ എന്ന് ആലോചിക്കുക. പരസ്പരം നിങ്ങൾ ഏറ്റു പറയുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കുമ്പസാരത്തെ പുരോഹിതരുടെ മുമ്പിൽ കുമ്പസാരിക്കുന്നതിനെ വിമർശിക്കാൻ ഒട്ടും അർഹരല്ല എന്ന് മനസ്സിലാക്കണം. ഇനി പാപമോചന അധികാരം പുരോഹിതനുണ്ടോ എന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കണം. പണ്ട് യേശുക്രിസ്തുവിനോട് ചോദിച്ചിരുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പാപം മോചിക്കാൻ ഇവനെന്ത് അധികാരം എന്ന് ചോദിച്ചിരുന്നു. ആ ചോദ്യം ചോദിച്ചവരുടെയൊക്കെ പിൻഗാമികളാണ് ഇപ്പോൾ ക്രിസ്തുവിനെതിരെ അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പുരോഹിതർക്കെതിരെയാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിലും അത് ക്രിസ്തുവിനെതിരെയാണ് ആ ചോദ്യം വരുന്നത്. 2 കൊരിന്ത്യർ 5:18-19 നമുക്കിങ്ങനെ വായിക്കാം. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം, നോക്കണം, രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തുകയായിരുന്നു. രമ്യതയുടെ സന്ദേശം എന്ന് താഴെ പറയുമ്പോൾ അതിൻ്റെ മുകളിൽ പറയുന്നത് രമ്യതയുടെ ശുശ്രൂഷ എന്നാണ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? എന്താണ് മനസ്സിലാക്കാത്തത്? ശുശ്രൂഷ എന്നതിന് മിനിസ്ട്രി എന്ന ഇംഗ്ലീഷ് വാക്ക്, സന്ദേശം എന്നതിന് മെസ്സേജ് എന്ന് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ നിങ്ങൾ പറ, ഈ രമ്യതയുടെ സന്ദേശം എന്താണ്? രമ്യതയുടെ ശുശ്രൂഷ എന്താണ്? രമ്യതയുടെ സന്ദേശം സുവിശേഷമാണ്. അതിൻ്റെ സംഗ്രഹം അതാണ്. സുവിശേഷം അപ്പസ്തോലരെ ഭരമേൽപ്പിച്ചു, അതാണ് സന്ദേശം എന്ന് പറയുന്നത്. അതേ ഭാഗത്ത് തന്നെ തൊട്ട് മുകളിൽ രമ്യതയുടെ ശുശ്രൂഷ എന്ന് രേഖപ്പെടുത്തിയത് ഇത് രണ്ടും ഒന്നാണെങ്കിൽ എന്തിനത് ആവർത്തിക്കുന്നു? വ്യത്യസ്ത മീനിങ് ആണത്. രമ്യതയുടെ ശുശ്രൂഷ എന്നത് അനുരഞ്ജന ശുശ്രൂഷ, അനുരഞ്ജന കൂദാശ, കുമ്പസാരം. ദൈവവുമായി അകന്നുപോയവൻ സഭയുമായി അകന്നുപോയി. ബാഹ്യമായിട്ട് പോയില്ലെങ്കിലും ആന്തരികമായിട്ട് നഷ്ടപ്പെട്ടു സഭയ്ക്ക്. അപ്പോൾ അവൻ തിരികെ വരുമ്പോൾ, ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ ഒരു പിതാവിനെ പോലെ മനസ്സോട് സ്വീകരിക്കണമോ? അതുകൊണ്ട് തന്നെ മടങ്ങി വരുന്ന ധൂർത്തപുത്രനെ സ്വീകരിക്കാൻ ഒരാൾ, ദൈവപിതാവിൻ്റെ വാത്സല്യ കണ്ണുകളോടെ ഒരാൾ ഉണ്ടായിരിക്കണം ആ രമ്യതയുടെ ശുശ്രൂഷ നിർവഹിക്കാൻ. അപ്പോൾ അത് കുമ്പസാരത്തെ സാധൂകരിക്കുന്ന ദൈവവചനമാണെന്ന് മനസ്സിലാക്കണം. വചനമെല്ലാം അറിയാം, കത്തോലിക്ക സഭയെ വിമർശിക്കാനുള്ളത് മാത്രമേ അറിയുള്ളൂ എന്ന അവസ്ഥ വളരെ ദയനീയമാണ്. പാപം ചെയ്യുന്ന പുരോഹിതന് പാപിയുടെ പാപം കേൾക്കാനും മോചിക്കാനും അവകാശമുണ്ടോ എന്ന നിരർത്ഥകമായ ചോദ്യം ഇനി ആരും ചോദിക്കരുത്. കാരണം ദൈവം തന്നെയാണ് ദുർബലനായ മനുഷ്യനെ ഇത് ഭരമേൽപ്പിച്ചത്. യോഹന്നാൻ 20:22 നമുക്കിങ്ങനെ വായിക്കാം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. തുടർന്ന് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. സുവിശേഷം പറയാൻ അയക്കുക മാത്രമല്ല, അധികാരം നൽകിയപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരോട് പറഞ്ഞ പ്രധാന കാര്യമാണ്, ഭരമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ് ക്ഷമിക്കുക എന്നുള്ളത്. ആ അപ്പസ്തോലർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ക്ഷമിക്കുക സ്നേഹിക്കുകയും ചെയ്യേണ്ടതിനെക്കുറിച്ചല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. വിശ്വാസി സമൂഹത്തിൽ ആരുടെയൊക്കെ പാപങ്ങൾ ഇവർ ക്ഷമിക്കുന്നുവോ അത് ദൈവവും ക്ഷമിക്കും, ക്ഷമിക്കപ്പെട്ടിരിക്കും. ഇവർ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും,
ഭൂമിയിലഴിക്കുന്നു സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് വചനമുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ യോഗ്യത നോക്കിയിട്ടല്ല മനുഷ്യനെ ദൈവം ഇത്തരം ചുമതല ഏൽപ്പിച്ചത്. എല്ലാ പ്രസ്ഥാനത്തിലും ഉള്ളതുപോലെ ഒറ്റുകാരും ചാരന്മാരും പലയിടത്തും ഉണ്ടാകാം, കത്തോലിക്ക സഭയിലും ഉണ്ടാകാം. അങ്ങനെ തലതിരിഞ്ഞു പോയ ആരെങ്കിലുമൊക്കെ കുമ്പസാര രഹസ്യങ്ങൾ ദുരുപയോഗിച്ചോ ഏതെങ്കിലും തരത്തിൽ വലവീശി പിടിച്ച് എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെ കേട്ടാൽ അത് പൊതുതത്വമായി അവതരിപ്പിക്കരുത്. പേഴ്സണലായ ഒരു ബലഹീനതയെ ഗ്ലോബലൈസ് ചെയ്യരുത്. എത്രയോ പാസ്റ്റർമാർ പെണ്ണുപിടിയന്മാരുണ്ട്, എത്രയോ നേതാക്കന്മാരിൽ കള്ളന്മാരുണ്ട്. സകല നേതാക്കന്മാരും കള്ളന്മാരാണെന്ന് ആക്ഷേപിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു വചനം അതിൻ്റെ ശരിയായ വ്യാഖ്യാനം മനസ്സിലാക്കാതെ അത് അക്ഷരാർത്ഥത്തിൽ അങ്ങ് മനസ്സിലാക്കിയിട്ട് കത്തോലിക്ക സഭയെയും കുമ്പസാരത്തെയും ആക്ഷേപിക്കുന്നവർ ഓർക്കണം, ദൈവത്തോട് തെറ്റേറ്റ് പറഞ്ഞാൽ മതി എന്ന് പറയുന്നവർ ഒന്ന് മനസ്സിലാക്കണം. ചില വചനങ്ങൾ മാത്രം എടുത്താൽ നിങ്ങൾ സുവിശേഷം പറയലും നിർത്തേണ്ടി വരും. ആരും തൻ്റെ സഹപൗരനെയോ സഹോദരനെയോ കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. എന്തെന്നാൽ അവരിൽ ഏറ്റവും ചെറിയവൻ മുതൽ ഏറ്റവും വലിയവൻ വരെ എല്ലാവരും എന്നെ അറിയും. എങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം? ബൈബിളിലുള്ള ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ സുവിശേഷ വില നിർത്തിവെക്കുക. കാരണവന്മാരോടും പറയേണ്ട, പിള്ളേരോടും പറയേണ്ട, ആരോടും സുവിശേഷം പറയേണ്ട, എല്ലാവരും ദൈവത്തെ അറിയും എന്ന് പ്രത്യേകം അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് നിങ്ങൾ എന്തിനു അറിയിക്കണം? എഴുതപ്പെട്ട വചനങ്ങൾ തങ്ങളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുകയല്ല, ടോട്ടൽ ആ ബൈബിളിൻ്റെ ആശയം മനസ്സിലാക്കാനും ആ അധ്യായത്തിൻ്റെ ആ പാരഗ്രാഫിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാനും കഴിയാതെ വെറുതെ പട്ടി കുറയ്ക്കുന്നത് പോലെ വ്യവസ്ഥാപിത സഭകൾക്കെല്ലാം എതിരെ കുരയ്ക്കുന്ന ഈ ഒരു രീതി വളരെ തെറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഷോർട്ടാക്കുകയാണ്. കുമ്പസാരത്തിനെതിരെ ദൈവവചനമോ മറ്റെന്തെങ്കിലും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് ദൈവികമല്ല, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. കുമ്പസാരത്തിൻ്റെ കാര്യത്തിൽ അലംഭാവം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് കുമ്പസാരിക്കാൻ കഴിയുന്ന ദിവസങ്ങളിൽ തടഞ്ഞു വെച്ചുകൊണ്ട് അത് മുടക്കിക്കൊണ്ട് കുർബാന സ്വീകരണത്തിലെ ഉദാരവൽക്കരണം അവസാനിപ്പിക്കണം. അത് നാശകരമാണ്. അത് ചെകുത്താൻ്റെ പണിയാണ് എന്ന് മെത്രാൻ പറഞ്ഞ സ്ഥിതിക്ക് ചെകുത്താൻ അച്ഛന്മാരിലൂടെയാണ് ഏറ്റവും അധികവും കുമ്പസാരം തടയുന്നത് എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കണം. എല്ലാ ഞായറാഴ്ചകളിലും കുമ്പസാരം നടക്കട്ടെ, ജനം വിശദീകരിക്കപ്പെടട്ടെ. നിങ്ങൾക്കെതിരെ അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.